നമസ്കാരം. സ്വന്തമായിട്ട് ഇ-കൊമേഴ്സ് ബിസിനസ് തുടങ്ങിയിട്ട് പ്രതിമാസം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 100% ഹെൽപ്ഫുൾ ആയിട്ട് മാറും. ഇതിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ നിരവധി ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടാതെ IT സംബന്ധമായ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ info@vinishow.com എനിക്ക് നേരിട്ട് മെയിലേക്കാം. വാട്സ്ആപ്പ് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. ഓൺലൈനിലൂടെ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക, ഓർഡർ ചെയ്യുക, പ്രോഡക്റ്റ് നമ്മുടെ വീട്ട് അഡ്രസ്സിലേക്ക് എത്തും. ഇത്രയേ ഉള്ളൂ ഇ-കൊമേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണെങ്കിൽ പേയ്മെന്റ് ചെയ്യുക, ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഫിസിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ വീട്ടിലെത്തും. അഫിലിയേറ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ സൈറ്റിൽ തന്നെ ഉണ്ടാവും. ബൈ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നേരെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഏത് സൈറ്റാണോ ആ മെയിൻ ആയിട്ടുള്ള സൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു 30% കമ്മീഷൻ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇന്നോവേറ്റീവ് മോഡലാണ്. ചെയ്യാൻ ഇന്നോവേറ്റീവ് മോഡലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടാണ്. അതായത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഇതിനകത്ത് ഉണ്ടാക്കേണ്ടത് മാർക്കറ്റിംഗ് മെത്തേഡുകളാണ്. എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എന്ത് പ്രോഡക്റ്റ് എടുക്കണം, അത് എവിടെ മാർക്കറ്റ് ചെയ്യണം, എന്ത് രീതിയിൽ മാർക്കറ്റ് ചെയ്യണം, ആ മാർക്കറ്റിംഗ് മെത്തേഡുകൾ പല തവണകളായിട്ട് ടെസ്റ്റ് ചെയ്യണം. ഫേസ് നമ്പർ 1, 2, 3 എന്നൊക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ആ കപ്പാസിറ്റി മനസ്സിലാക്കിയെടുത്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. എല്ലാവരും പൊതുവെ ഞാനടക്കമുള്ള ആൾക്കാർ ഒരു കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ ട്രൈ ചെയ്ത് ആദ്യം ഈ പറഞ്ഞ ഇ-കൊമേഴ്സ് സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടാണ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഡൗൺ ആവും. അടുത്ത മാർക്കറ്റിംഗ് അതിൽ ഡൗൺ ആവും, പിറ്റത്തെ മാർക്കറ്റിംഗ് അത് ഡൗൺ ആവും. അവസാനം നമ്മൾ മെന്റലി ഡൗൺ ആയിട്ട് നമ്മളെല്ലാം നിർത്തിപ്പോകും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ പാടില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റ് എന്താണ്, ആ പ്രോഡക്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. ആ പ്രോഡക്റ്റ് ആർക്കാണ് ആവശ്യമുള്ളത്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കസ്റ്റമറിനെ കണ്ടെത്തുക. ആ കസ്റ്റമറിന് ഡാറ്റാ ബേസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒരു ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസിന്റെ ഡാറ്റാബേസ് കണ്ടെത്തുക. ആ കസ്റ്റമറിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം, അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ, ലൈക്ക് വാട്സ്ആപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഇമെയിൽ ആണെങ്കിലും ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ നോക്കുക. അപ്പോൾ ഈ മെത്തേഡുകളൊന്നും ഇപ്പോൾ ഇമെയിൽ ബൾക്ക് മെയിൽ ചിലപ്പോൾ 1000 മെയിൽ അല്ലെങ്കിൽ 10,000 മെയിൽ അയക്കുമ്പോൾ അപ്പോൾ തന്നെ SMTP ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൽ അയക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വാട്സപ്പിലാണ് നമ്മൾ ഒറ്റ ദിവസം ലക്ഷങ്ങൾ അയച്ചേക്കാം എന്ന് പറഞ്ഞാൽ ഒറ്റ അടിക്ക് അയക്കുമ്പോൾ വാട്സപ്പും ബാനായി, എല്ലാം തീർന്നു. രണ്ടും പോയി, ഇമെയിലും പോയി വാട്സപ്പും പോയി. അതോടുകൂടി നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള നമ്മുടെ മൂടും പോയി, എല്ലാവരോടും പൂട്ടി കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യാൻ പറ്റും, പോസിബിൾ ആണ്. ഇതിനകത്തൊക്കെ വാമപ്പ് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതായത് സമയം എടുത്തിട്ട് നമ്മൾ മെയിൽ അയക്കുമ്പോൾ ഇന്നൊരു 100 അയക്കുക, 100 വാട്സപ്പ് മെസ്സേജ് അയക്കുക, നാളെ അടുത്ത 100 അയക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ 110 ആക്കുക. അങ്ങനെ വാമപ്പ് ചെയ്ത് മെല്ലെ പതിയെ കൂട്ടിക്കൊണ്ടിരിക്കും. ശരിക്കും എൻ്റെയൊക്കെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ മെയിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒരു 1000 മെയിലൊക്കെ നമ്മൾ അയക്കുക. ഒരുപാട് മെയിലുകളൊന്നും നമ്മൾ അയക്കരുത്. അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് ആണെങ്കിൽ ഒരു 100 വാട്സപ്പ് മെസ്സേജുകൾ അയക്കുക. അപ്പോൾ നമ്പർ ഓഫ് എണ്ണം കൂട്ടുക. SMTP ആണെങ്കിൽ 10,000 മെയിൽ അയക്കണമെങ്കിൽ ഒരു 10 SMTP, ഒരു SMTP നമ്മൾ ഒരു 1000, 10 SMTP ഒരു 10,000 മെസ്സേജ് അയക്കുക. ഇനി അല്ല നിങ്ങൾക്ക് 1 ലക്ഷം മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 SMTPകൾ ആക്കുക. 100 ഡൊമൈൻ നെയിം, 100 SMTP അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് 100 എണ്ണത്തിൽ 1000 വെച്ച് അയക്കുക. ഒരിക്കലും കട്ടായി പോയില്ല. കാരണം വെച്ചാൽ 1000 എണ്ണേ നമ്മൾ അയക്കുന്നുള്ളൂ. നമ്മൾ 1 ലക്ഷം മൊത്തത്തിൽ 1 ലക്ഷം അയക്കുന്നുണ്ട്. ആ വർക്കിനെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ SMTPക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. സെയിം മെത്തേഡ് തന്നെ വാട്സപ്പിൽ വരുമ്പോൾ ഒരു നമ്പറിൽ നിന്ന് ഒരു 100 മെസ്സേജ് അയച്ചു 10 നമ്പർ എടുക്കുക, 1000 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അങ്ങനെ ഒരു 30,000 പേർക്ക് മെസ്സേജ് അയക്കുക. അങ്ങനെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇത് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു പാഠമാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഈ തനിച്ച് ഒരു ബണ്ടിൽ ഡാറ്റ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് വർക്ക് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബിസിനസ്സിൽ പഠിക്കുന്നുണ്ട്. സെയിം മെത്തേഡ് വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഈ പറയുന്ന മാർക്കറ്റിംഗ് രീതിയിലും സെയിം മെത്തേഡ് നമ്മൾ അവലംബിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് സക്സസ്ഫുൾ ആയിട്ട് മാറ്റാൻ പറ്റൂ. അതർവൈസ് നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ എന്തെങ്കിലും താഴ്ന്നിട്ട്. ഇപ്പോൾ ഞാൻ മാർക്കറ്റിംഗിന്റെ 2 രീതി ഞാൻ പറഞ്ഞു തന്നു. ഇതുപോലുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എല്ലാ മെത്തേഡും ഇതുപോലെ തന്നെ. യൂട്യൂബിൽ വേണമെങ്കിൽ ഓരോ വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇടാം. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈറലാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്തിട്ട് കഴിഞ്ഞാൽ വൈറലാണ്. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ഏജൻസികൾ നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ള ഒരു ഐഡിയ ഏകദേശം ഞാൻ തന്നു. ഇനിയാണ് നിങ്ങൾക്ക് വേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഇ-കൊമേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇ-കൊമേഴ്സ് സെർച്ച് ചെയ്താൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഷോപ്പിഫൈ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ഷോപ്പിഫൈയുടെ തീമുകൾ. ഏകദേശം നല്ല ഡിസൈനുകൾ. ഷോപ്പിഫൈ എന്ന് പറഞ്ഞാൽ ഒരു റെന്റഡ് സോഫ്റ്റ്വെയർ ആണ്. മാസം റെന്റ് അടക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിനകത്തുള്ള ഡിസൈനുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 100ൽ പരം പ്രീമിയം ഷോപ്പിഫൈയുടെ ഡിസൈനുകൾ നിങ്ങൾ 499 രൂപ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഡിസൈനുകൾ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ ഷോപ്പിഫൈയുടെ അക്കൗണ്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഇമ്പോർട്ട് ചെയ്ത് ഈ ഡിസൈൻ അവിടെ എത്തും.
പിന്നെ നിങ്ങൾക്ക് ലോഗോയോ എൻ്റെ ഡാറ്റയൊക്കെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോറായി. അവിടെ ഡൊമൈൻ നെയിം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാർക്കറ്റിംഗ് ഒരുപാട് മൊഡ്യൂളുകൾ, അതായത് ഗൂഗിൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ ഒരുപാട് മൊഡ്യൂളുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. റെൻറ്റഡ് ഓരോന്നിനും ഓരോ റേറ്റുകളൊക്കെ ഉണ്ട്. ആ റേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. ഷോപ്പിഫൈ ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള WooCommerce ആണ്. ഒരു ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. സെർവറും ഡൊമൈനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനകത്ത് കുറച്ച് കസ്റ്റമൈസേഷനൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഓപ്പൺ കാർഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല പ്ലാറ്റ്ഫോംസ് ആണ്. മെജൻഡോ ചെയ്തിട്ടുണ്ട്. മജൻഡോ ഓപ്പൺ കാർഡൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുള്ള WooCommerce തന്നെയാണ്. ഷോപ്പിഫൈ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഷോപ്പിഫൈ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ചാർജ് ഉള്ളതുകൊണ്ടാണ്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഷോപ്പിഫൈ 2000 റുപ്പീസ് വെച്ചിട്ട് ഒരു വർഷത്തേക്ക് ഒരു 24,000 റുപ്പീസോളം കോസ്റ്റ് വരും. നേരെ മറിച്ചിട്ട് നമ്മൾ WooCommerceോ മെജൻഡോയോ ഓപ്പൺ കാർഡോ ഫ്രീ ആണ്. ഒരു സെർവറും ഡൊമൈനും മേടിച്ച് അതിനകത്ത് ഹോസ്റ്റ് ചെയ്ത് കസ്റ്റമൈസ് എന്ത് വേണം നമുക്ക് ചെയ്തെടുക്കാം. ബിസിനസ് റണ്ണായാലും ഇല്ലെങ്കിൽ സ്റ്റോർ അവിടെ ഉണ്ടാവും. ചെറിയ സെർവറിൻ്റെ റേറ്റ് ഒരു 5000 രൂപ നമുക്ക് ചിലവാകുള്ളൂ. വേറെ ചിലവുകളൊന്നും നമുക്ക് വരില്ല. അങ്ങനെയാണ് അതിൻ്റെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. എന്നിട്ട് കുറേ സെയിലൊക്കെ കൂടുമ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് WooCommerceന്നോ മെജൻഡോന്നോ ഓപ്പൺ കാർഡെന്നോ നമുക്ക് ഷോപ്പിഫൈയിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഒരുപാട് പ്ലഗിൻസും കുറേ സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവിടത്തേക്ക് ഒരുപാട് ലാർജ് ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മാറ്റാനും പറ്റും. എനിവേ ഷോപ്പിഫൈയുടെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇനി അതുകൂടാതെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഇ-കോമേഴ്സിൻ്റെ കംപ്ലീറ്റ് സ്റ്റോർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെറ്റ് വാലിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് പ്ലസ് ആൻഡ്രോയിഡ് ആപ്പ് 15,000 പേ ചെയ്താൽ നമുക്കൊരു ആൻഡ്രോയിഡ് ആപ്പും ഇ-കോമേഴ്സ് വെബ്സൈറ്റും കിട്ടും. ഇതിനകത്ത് ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ലോഗോ ഉണ്ടാവും, സെർവർ ഉണ്ടാവും, ഡൊമൈൻ ഉണ്ടാവും, വെബ്സൈറ്റ് ഉണ്ടാവും, ആപ്പ് ഉണ്ടാവും, എല്ലാ സാധനങ്ങളും. ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട. IT സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കേണ്ട. പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്, ഈ 2 കാര്യങ്ങൾ ചിന്തിക്കുക. അതിന് നടക്കുള്ള IT സർവീസ് അത് കംപ്ലീറ്റ് ചെയ്യുക. ഒറ്റ പാക്കേജിൽ 15,000 രൂപ നിങ്ങൾക്ക് റെഡി. അഫിലിയേറ്റ് ചെയ്യാം, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം, ഡിജിറ്റൽ പ്രൊഡക്റ്റ് ചെയ്യാം, എന്ത് വേണം ചെയ്യാം. ഡിജിറ്റൽ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് ഡിജിറ്റൽ സെല്ലിംഗ്. ഇത് 100 പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടെ ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിരുന്നുണ്ട്. ഇനി ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. കോഴ്സിൻ്റെ LMS പോർട്ടലുകൾ നമ്മൾ വൈകാതെ തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്പാരിസൺ പോർട്ടൽ, ആമസോൺ, ഫ്ലിപ്കാർട്ട് കമ്പാരിസൺ ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കാം. അഫിലിയേറ്റ് കമ്മീഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സംഭവം നമ്മൾ വരുന്നുണ്ട്. കാരണം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നെറ്റ് വാലിയിൽ വരും ദിവസങ്ങളിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇ-കോമേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആധികാരികമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി എൻ്റെ പ്രൊഫഷണലി ഇ-കോമേഴ്സുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ info@vinishon.com മെയിലേക്കാം. പാക്കേജുകൾ വല്ലതും വേണമെങ്കിൽ netwali.com-ലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടീമിനെ നേരിട്ട് കണക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.